റൈറ്റിലോട്ട് പോകണം. എത്ര കിലോമീറ്റർ വരും ചേട്ടാ? ശരി ചേട്ടാ, താങ്ക്സ്. രണ്ട് ചേട്ടന്മാരടുത്ത് വഴി ചോദിച്ചപ്പോഴത്തേക്ക് ഇനി ഏകദേശം ഒരു 20 കിലോമീറ്ററിനകത്തുണ്ട് ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി നമ്മുടെ തട്ടേക്കാടുണ്ട്. ഏകദേശം തട്ടേക്കാടൊക്കെ കഴിഞ്ഞതിന് ശേഷം പുന്നക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് ഭൂതത്താൻകെട്ടിലോട്ട് പോകുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതം എല്ലാവർക്കും അറിയായിരിക്കും, ഞാനും അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ ഇറങ്ങുന്നില്ല, നേരെ ഭൂതത്താൻകെട്ടിലോട്ടാണ് പോകുന്നത്. കുറച്ചധികം തന്നെ എന്താ പറയാനാ, വെയിൽ കൂടുതലാണ്. പുന്നേക്കാടെന്ന് ഞങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞ് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഭൂതത്താൻകെട്ടിൻ്റെ വലിയൊരു ആർച്ച് കാണാൻ പറ്റും. ഈ ആർച്ചിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കവിടെ പാസ് എടുക്കേണ്ട സ്ഥലമുണ്ട്. 20 രൂപയാണ് നമുക്ക് ഡാമിലേക്ക് കയറാനുള്ള പാസിൻ്റെ റേറ്റ്. ചേട്ടാ, വാച്ച് ടവറിൽ എന്താ ഉള്ളത്? ഓപ്പണിംഗ് ആയില്ല. ഓപ്പണിംഗ് ആയില്ല. ഇപ്പം നേരെ പോയ ഡാം, നേരെ ചെല്ലുന്ന ഡാമിലേക്ക്, അത് കഴിഞ്ഞ് പാർക്ക്, ഇത് രണ്ടാണ്. പിന്നെ ഓൾഡ് ഭൂതത്താൻകെട്ടുണ്ട്, അതങ്ങനെ കറങ്ങി അപ്പുറത്താണ്. അത് ഫോറസ്റ്റിൽ നിന്ന് പാസ് എടുത്തിട്ട് വേണം കറങ്ങി. വണ്ടി പോവോ? വണ്ടി പോയി നടന്നു പോകും. മറ്റേ അകത്ത് നമുക്ക് കുറേ അകത്ത് നടക്കാനുള്ളത്, അത് ഞാൻ നടന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഡാം വരെ വണ്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് വണ്ടി പാർക്കൊന്നും വേണ്ട. ഇപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ വണ്ടി ബാക്കി ചെയ്തു. ആ കാണുന്നതാണ് നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ മെയിൻ ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ജസ്റ്റ് ഞാൻ കൂടുതൽ പാർക്കൊന്നും ചെയ്തിട്ട് അധിക ദൂരമൊന്നും പോകുന്നില്ല. അതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വെച്ചിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്ത് ജസ്റ്റ് ഇതിൻ്റെ ഡാമിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അതിനകത്തോട്ട് കയറുന്നില്ല, ഭയങ്കര വെയിലാണ്. എന്തായാലും ഈ വെയിലത്ത് ഇത്രയും ദൂരം നടന്നു പോകാനൊന്നും വയ്യ. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. പിന്നെ ഭൂതത്താൻകെട്ടിലേക്ക് വരാനുള്ള ഒരു വഴി എന്ന് പറയുമ്പോൾ, ഇത് കൊച്ചിയിൽ നിന്ന് വരികയാണെങ്കിൽ കോതമംഗലത്തുനിന്ന് പുന്നേക്കാട് വന്ന് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് നേരെ ഭൂതത്താൻകെട്ടിലോട്ട് വരാം. അപ്പോൾ ഇത് കൊച്ചിയിൽ നിന്ന് വരുന്നവർക്കാണ്. അല്ലാതെ ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നവർക്കായിരുന്നാലും കോതമംഗലം വന്നിട്ട് തന്നെ ഈ വഴി വന്ന് നമുക്ക് ഭൂതത്താൻകെട്ട് ഡാം കണ്ടിട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഈ ഡാം മാത്രമാണ് ഞാനിപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ ഡാമിൻ്റെ ഇവിടെ നിന്ന് എത്തുന്നതിന് മുമ്പേ കുറച്ച് നമ്മൾ ലെഫ്റ്റ് റോഡ് പോയി കഴിഞ്ഞാൽ ഈ ഭൂതത്താൻകെട്ട് പഴയ ഡാമുണ്ട്. പഴയ ഡാമും അതോടൊപ്പം തന്നെ നമുക്ക് കാട്ടിനകത്തൂടെ നടന്ന് അതിനകത്തൊരു ചിറയുണ്ട്, അതൊക്കെ കാണാൻ പറ്റും. അവിടെ ഒരു പഴയ ഗുഹയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുതിയ ഡാമിൻ്റെ പാലത്തിലൂടെയാണ്. അപ്പോൾ ഈ പാലത്തിലൂടെ നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഡാമിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ പാർട്ടുകളും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വെയിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഡാം മാത്രം കാണാനായിട്ട് വരുന്നവർ മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ വന്നു കഴിഞ്ഞാൽ ഇത്രയും വെയിലൊന്നും കൊള്ളേണ്ട ആവശ്യമൊന്നും വരത്തില്ല. പക്ഷേ പഴയ ഭൂതത്താൻകെട്ടിൻ്റെ ആ ഒരു കാട്ടിനകത്തൂടെ നടന്നു പോകണമെന്നുള്ളവർ നേരത്തെ തന്നെ വന്ന് പാസ് എടുത്ത്, അവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഡാമിലോട്ട് കയറുന്ന ടിക്കറ്റ് റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഡാം. ഇവിടെ ഇപ്പോൾ ഒരു ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡാം വന്ന് ഈ പാരലായിട്ട് കിടക്കുന്ന ഈ പാലം വഴി നമുക്ക് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഡാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞാൻ ആദ്യം കാണിച്ചതെന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ അകത്തോട്ട് കയറുന്ന ഭാഗമാണ്. ഇപ്പം കാണുന്നത് ഓപ്പോസിറ്റായിട്ടുള്ള പാലം വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഡാമിനെ കാണുന്നതാണ്. കാരണം ഡാമിൻ്റെ അകത്തൂടെയുള്ള ആ വഴി ഇപ്പോൾ അടച്ചേക്കുവാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്നും ഏറ്റവും അടുത്ത് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഭൂതത്താൻകെട്ട് ഡാം. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഈ ഡാം വന്ന് കാണുക, എൻജോയ് ചെയ്യുക. നിങ്ങളുടെ എന്താ പറയുന്നത്, ഇനിയും സ്ഥലങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും.